ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ പോണത്, കഴിഞ്ഞ ദിവസം ഞാൻ ആ വിളവെടുപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ആ വയലറ്റ് മുളകിന്റെ വിത്തിനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ വിത്ത് മേടിച്ചത് ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ്, ഒരു rayerseeds.com എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ മുളകിന്റെ പേരെന്ന് പറയണത് ബുവേന മുലാറ്റ എന്ന് പറയുന്ന ഒരു ഹോട്ട് പെപ്പർ വെറൈറ്റി ആണത്. നന്നായിട്ട് കായ്ക്കും. അത് നിറച്ചിതൊരു ചെറിയ ചെടിയാണെങ്കിലും ഒരുപാടുണ്ട് അതില്. എൻ്റെ അടുത്തൊരു 5-6 ചെടിയുണ്ട്, പക്ഷെ ഇപ്പോൾ ഇതാണ് നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ചെടികളെല്ലാം കായ്ച്ചു തുടങ്ങണേ ഉള്ളൂ. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പുറമേ ഉള്ള തൊലിക്ക് കട്ടി കുറവാ. അപ്പൊ നമ്മളിത് കറികളിലൊക്കെ ഇട്ടാലും നല്ല നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ട് ഇരിക്കും അത്. എനിക്ക് പിന്നെ എല്ലാ വർഷവും ഈ മുളക് ധാരാളം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അത്രയും മുളക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ലല്ലോ. പിന്നെ കാന്താരി ഉണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ ഈ മുളകുകളെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യണേ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് പിന്നെ മുളക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരില്ല. കണ്ടോ, ഇതാണ് വേറെ അതിന്റെ തൈകള്. ഇതും പൂത്തു തുടങ്ങി. പക്ഷെ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വളർന്നതായിരുന്നു. പക്ഷെ അത് ഒരു ദിവസം ഇവിടെ കാറ്റ് വന്നപ്പോൾ അത് അവിടെ അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അതിന്റെ ആ ഒടിഞ്ഞു പോയ ഭാഗം ഞാൻ കുത്തി നിർത്തി. എനിക്ക് തോന്നണു അതിൽ വേര് പിടിച്ചെന്നറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഇതൊക്കെ പുതിയതായിട്ട് നട്ട അതിന്റെ തൈകളാ. അതൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്ന് മാൻ തിന്നു. പക്ഷെ എന്നാലും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മുളകിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നോക്കി അതിന്റെ പൂവും അതിന്റെ തണ്ടിനും ഒക്കെ ഒരു വയലറ്റ് ഒരു കളർ അങ്ങനെ ഉണ്ട് അതിന്. ഇതും വലിയതായൊരു ചെടിയായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതേ മാൻ വന്ന് കടിച്ച കാരണം അത് അവിടെ ഒരുപാടായില്ല അത്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ മുളക് അത് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു ഓറഞ്ച് റെഡ് കളറാവും. കണ്ടോ? അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ നമുക്ക് ഉണക്കി വിത്താക്കണത്. ആ വയലറ്റ് ഓറഞ്ച് ആവും അത്. ഞാൻ ഈ മുളക് പറിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ 2-3 ബെൽ പേപ്പറും റെഡി ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് പറിക്കാം. ഇത് പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് മേടിച്ച ഓറഞ്ച് കളറിന്റെ വിത്ത് പാവി നോക്കിയതാ. ഞാൻ വിചാരിച്ചു അത് മുളക്കില്ലായിരിക്കുന്നു, പക്ഷെ അത് മുളച്ചു. അത് നന്നായിട്ട് ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് പറിക്കാം.